കണ്ടൽ സംരക്ഷണത്തിന്റെ പര്യായമായി മാറിയ ഒരു പേരാണ് കല്ലേൻ പൊക്കുടൻ. അച്ഛൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ടൽ സംരക്ഷണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന വലിയ ദൗത്യവുമായി മുന്നോട്ടു പോവുകയാണ് മകൻ രഘുനാഥനും. കല്ലേൻ പൊക്കുടന്റെ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തോളമായി രഘുനാഥനാണ് കണ്ടൽ ചെടികളുടെ വിത്തുകൾ സംരക്ഷിക്കുന്നതും നടുന്നതുമെല്ലാം. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടിയെത്തുമ്പോൾ കല്ലേൻ പൊക്കുടൻ ഉയർത്തിയ ആശയത്തിന് പ്രാധാന്യമേറുകയാണ്. പ്രകൃതിയുടെ വൃക്കകളാണ് കണ്ടൽക്കാടുകളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞയാളാണ് കല്ലേൻ പൊക്കുടൻ. ഒരു ജന്മം മുഴുവൻ കണ്ടൽ സംരക്ഷണത്തിനായി മാറ്റിവെച്ചയാൾ. 10 വർഷം മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അച്ഛൻ്റെ ആശയം ഉയർത്തിപ്പിടിച്ച് കണ്ടൽ സംരക്ഷണത്തിനായി പൊക്കുടൻ്റെ മകൻ രഘുനാഥൻ സജീവമാണ്. കഴിഞ്ഞ 10 വർഷമായി കണ്ടൽ വിത്തുകളുടെ സംരക്ഷണവും നടലുമൊക്കെയായി രഘുനാഥും പ്രകൃതി സംരക്ഷണം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നു. അച്ഛൻ്റെ ഒരു വഴി പൂർണ്ണമായി പിന്തുടർന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അച്ഛൻ്റെ പാത എന്ന് പറയുമ്പം ഇത് വെട്ടുന്നതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം അതെല്ലാം വരും. അത്തരം ഒരു വലിയ പോരാട്ടത്തിലൊന്നും നമുക്കൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം നിലച്ച് പോകേണ്ട എന്നുള്ള തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിൽ അച്ഛനെ തേടി അച്ഛനിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഇവിടെ വന്നുകൊണ്ടിരുന്നവരെ നിരാശപ്പെടുത്താതിരിക്കുക. പൊക്കുടൻ പകർന്നു നൽകിയ കണ്ടൽ അറിവുകളും കണ്ടൽ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവുമെല്ലാമാണ് ഈ മകനെയും മുന്നോട്ട് നയിക്കുന്നത്. കണ്ടൽ അറിവുകൾക്കായി ഇവിടേക്കെത്തുന്ന ആർക്കും അച്ഛൻ പകർന്നു നൽകിയ ആ അറിവ് രഘുനാഥൻ കൈമാറുന്നു. പുഴയിലെ മാലിന്യങ്ങളെ പുഴയിലെ മാലിന്യങ്ങളെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ ഈ കണ്ടലുകൾക്ക് വലിയ കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെ ഈ ഭൂമിയുടെ വൃക്ക എന്ന് ശാസ്ത്രലോകം ഈ കണ്ടലിനെ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയുടെ ശ്വാസകോശമാണ് കണ്ടലെന്ന തിരിച്ചറിവുള്ള ഇദ്ദേഹം തൻ്റെ പിതാവ് ഉയർത്തിപ്പിടിച്ച ആശയം പരാജയപ്പെടരുത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ പരിസ്ഥിതി ദിനത്തിലും സജീവമായി മുന്നോട്ടു പോകുന്നത്. ജനം, കണ്ണൂർ.